ഹലോ ഗൈസ്, രാവിലെ തന്നെ ചൂട് സഹിക്കാൻ വയ്യാതെ ഉറക്കണിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ഫാനോടെ ഒന്ന് മിന്നിക്കളിക്കുന്നത് ഞാൻ കണ്ടത്. ഫാന് പോയെന്ന് മനസ്സിലായി ഞാൻ എൻ്റെ റൂമിൽ ചൂട് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. മീറ്റ് പെൽറ്റർ മൊഡ്യൂൾ. ഇതിന്റെ ഒരു സൈഡ് ചൂടാകുമ്പോൾ മറു സൈഡ് തണുക്കും. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു കൂളർ ഉണ്ടാക്കാം. അങ്ങനെ എൻ്റെ ബുദ്ധിയിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ദേ ഈ ഇരിക്കുന്ന എയർ കൂളർ, അല്ലെങ്കിൽ എയർ കൂളർ അല്ല, റൂം കൂളർ എന്ന് പറയാം. നമുക്ക് കണ്ണാടി വെച്ചിട്ട് മൊത്തം ഇരുട്ടായിരിക്കും, നമുക്ക് കണ്ണാടി മാറ്റാം. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഫ്രണ്ടിലായിട്ട് ഞാൻ ഒരു ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള ഒരു സെൻസറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്ര ടെമ്പറേച്ചർ ആണോ എന്നുള്ളത് കാണിക്കും. അതായത് ഫ്രണ്ടിലുള്ള ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മുകളിലത്തെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇളക്കിയിട്ടുണ്ട്. അകത്തെ പോർഷൻ കാണിച്ചു തരാം. അകത്ത് വരുമ്പോൾ ഇതാണ് ഇതിനകത്തെ പാർട്സ്. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അതായത് ഹീറ്റ് സിങ്ക്, ഈ സൈഡെന്ന് പറഞ്ഞാൽ കൂളിംഗ് സെക്ഷനാണ്. ഇത്രയും പോർഷൻ വരുന്നത് കൂളിങ്ങിന് വേണ്ടിയുള്ള പോർഷനാണ്, ഇത്രയും ചേമ്പർ. അതിനപ്പുറത്തെ സൈഡ് വരുന്നതാണ് ഹീറ്റിംഗ് സൈഡ്. ഇത്രയും സൈഡിൽ എന്തെല്ലാം ഹീറ്റ് ഉണ്ടോ അതെല്ലാം ഈ എക്സോസ്റ്റ് 4 എക്സോസ്റ്റ് വഴി പുറത്തോട്ട് പോകാനാണ് 4 എക്സോസ്റ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലും 4 ഹീറ്റ് സിങ്ക്. അത് ഇത്തിരി വലിയ ഹീറ്റ് സിങ്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം അമ്മാതിരി ഹീറ്റാണ് ഇത് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഹീറ്റ് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടും വലിയൊരു ഹീറ്റ് സിങ്കാണ് ഞാൻ വച്ചേക്കുന്നത്. അതുപോലെ തന്നെ 2 SMPS നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് 2 SMPS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരെണ്ണം 10 ആംപിയറിൻ്റെ, ഒരു 12.5 ആംപിയറിൻ്റെ SMPS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സെക്ഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്താണ് അതിന് സപ്ലൈ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിലും SMPSും ബാക്കിലത്തെ ഫാനും ഈ സൈഡിലത്തെ ഫാനും എല്ലാം വർക്കിംഗ് ആണ്. നോക്കിയാൽ മനസ്സിലാവും, സൈഡിലത്തെ ഫാൻ ഉൾപ്പെടെ കറങ്ങുന്നുണ്ട് ഇത്. പക്ഷേ ഫ്രണ്ടിലത്തെ ഫാന് മാത്രം കറങ്ങുന്നില്ല. അതിനുള്ള സ്വിച്ചാണ് ഞാനിവിടെ സൈഡിലായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ 6 ഫാനും കറങ്ങും. അത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് സ്വിച്ചിങ് കൊടുത്തതാണ്, കാരണം അതൊന്ന് ഫസ്റ്റിൽ ആ ഹീറ്റ് സിങ്ക് ഒന്ന് കൂളായിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരെണ്ണം കൊടുത്തത്. ഇനി അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബാക്കിലുള്ള എല്ലാ ഫാൻസും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിലത്തെ പോർഷൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 4 ഫാനും വർക്കിംഗ് ആണ്. അതുപോലെ SMPS 2 ഓണാണ്. അതുപോലെ തന്നെ അതെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാൻസും 4 വർക്കിംഗ് ആണ്. കണ്ടോ? അപ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 23.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷെ ഞാൻ സംഭവം സെൻസർ മൊഡ്യൂളിൻ്റെ ഇത് കൊടുത്തിട്ടില്ല, ഓപ്പൺ ആക്കി ഇട്ടേക്കുക. അപ്പോൾ ഞാൻ ഇനി ഇത് കൊടുത്ത് കാണിച്ചു തരാം. അതായത് സെൻസറിൻ്റെത് നമുക്ക് ഫ്രണ്ടിലത്തെ പോർഷനിൽ ഹീറ്റ് സിങ്കിൽ കൊടുത്തിട്ട് ടെമ്പറേച്ചർ കാണിക്കാം. ഈ ടെമ്പറേച്ചർ മൊഡ്യൂളിന് പ്രശ്നമുണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്ന 2 എന്നുള്ളത് 1 ആകത്തില്ല. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന 18 ആണ്, 17 ആണ്, 16 ആണ്. ഇത് കംപ്ലൈൻ്റ് ആണ് ചെറുതായിട്ട്. അത് ഇത് ഞാൻ പഴയ ഒരു മൊഡ്യൂളാണ് എടുത്ത് വച്ചിരിക്കുന്നത്, ഇത് മാറ്റിയിട്ടില്ല. ഇത് മൈനസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ 2 എന്നുള്ളത് 1 ആകുന്നില്ല. അപ്പോൾ അതൊരു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. ഇനി അതേ പോർഷൻ തന്നെ എടുത്ത് ബാക്കിൽ വെച്ച് കാണിച്ചു തരാം. ബാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ ഞാൻ ഈ ഹീറ്റ് സിങ്കിൽ ഞാൻ വച്ചു. ഇനി നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിയാൽ മനസ്സിലാവും, ടെമ്പറേച്ചർ റൈസായിട്ട് വരുന്നുണ്ട്. ഇനി അതേ സെൻസറിൻ്റെ വയറ് തന്നെ ഞാൻ ഊരുവാണ്. ഊരിയിട്ട് ഫ്രണ്ടിൽ ഒന്നും കൂടി കൊടുക്കാം. ഫ്രണ്ടിൽ ഒന്നുകൂടി കൊടുക്കുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടെമ്പറേച്ചർ ഡൗൺ ആയിട്ട് വരുന്നുണ്ട്.
22. ഇപ്പം മൈനസ് ആയിട്ടാണ് പോയി, അതായത് 19-18 പോകുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ മൊഡ്യൂൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എന്തുമാത്രം ഇതുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആ ഹീറ്റ് സിങ്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം വന്ന് ഐസ് ക്യൂബ് കണക്ക് ആയിട്ടുണ്ട് 3 ഹീറ്റ് സിങ്കിലും ഉണ്ടോ. ആ ഹീറ്റ് സിങ്കിൽ എനിക്ക് സൈഡിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നു, കാണുന്നില്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട് ഉണ്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും എടുത്ത് പറഞ്ഞേക്കുക, ഇതൊരു എ സി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. എ സി ആയിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൂളറായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന 4 മൊഡ്യൂൾസിൽ ഇതിൽ ഏകദേശം ഒരു 10 ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ 5 ആംപിയറും നമ്മൾ പുറത്തോട്ട് വെറുതെ കളയാണ് ചെയ്യുന്നത്. കാരണം കൂളിങ്ങിനുള്ള മാത്രമാണ് നമ്മൾ അകത്തോട്ട് എടുക്കുന്നത്. ബാക്കി ആ ഹീറ്റാവുന്ന മൊത്തം പോർഷൻ നമ്മൾ പുറത്തോട്ട് കളയാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫിഷ്യൻസി ഭയങ്കര കുറവാണ്. കമ്പയറിങ് ടു എ സി ആയാലും ശരി, ഒരു കൂളറായാലും ശരി, എന്തെടുത്തു കഴിഞ്ഞാലും ശരി, ഇതിന് എഫിഷ്യൻസി ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് 100% പറയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കും. ഞാൻ ഉണ്ടാക്കി, റിസൾട്ട് അത്രത്തോളം എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കണ്ട. പെൽറ്റിയർ മൊഡ്യൂൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്ക് എന്തൊക്കെ ചെയ്താണ് വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിന് ഇടയ്ക്കായിട്ട് ഞാൻ പെൽറ്റിയർ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂൾസിൻ്റെ ഈ സെക്ഷൻ ഇടയ്ക്കായിട്ടാണ് ഞാൻ പെൽറ്റിയർ മൊഡ്യൂൾ വെച്ചിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം കറങ്ങുന്ന. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.